ഓക്കെ, നമുക്ക് ഇന്ന് നോക്കാം. നമ്മൾ പല റീഡിങ്ങും എടുക്കുമ്പോൾ കാണാറുണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ പ്രതി ഇൻസെക്യൂരിറ്റീസ് ഫീൽ ചെയ്യുന്നുണ്ടെന്ന്, അല്ലേ? ആ ഇൻസെക്യൂരിറ്റീസ് എന്താണ്, അപ്പോൾ എന്ത് ഫീലിംഗ് ആണ് അവർക്ക് ഉണ്ടാകുന്നത് നോക്കിയാലോ, എന്തിനെക്കുറിച്ചാണ് അവർ ഇൻസെക്യൂർ ആവുന്നത് നോക്കിയാലോ. ആദ്യ ഷഫിളാണ് കേട്ടോ. ഹൈ പ്രീസ്റ്റസ്, ഓക്കെ, ഹാൻഡ്മാൻ, ഹെർമിറ്റ്, 10 of Cups, ഓക്കെ, 6 of Swords രണ്ടെണ്ണം വന്നു, 6 of Swords, ലവേഴ്സ്, ഓക്കെ, ഡെത്ത്. ഹൈ പ്രീസ്റ്റസ് വെച്ച് നിങ്ങൾക്ക് പാരൻ്റൽ പ്രഷർ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അതായത് സ്വന്തം മാതാപിതാക്കളിൽ നിന്നോ വീട്ടിൽ നിന്നോ ഒക്കെ എതിർപ്പ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആ എതിർപ്പിനെ കൂടുതൽ വകവെച്ചിട്ട് ഇവരെ വിട്ടുപോകുമോ എന്നൊരു ഭയം അവർക്ക് ഉണ്ട്. പാരൻസിന് കൂടുതൽ വെയിറ്റേജ് കൊടുക്കുമോ അവിടെ, കാരണം റിലീജിയസ് ബിലീഫ്സ്, കാസ്റ്റ് കൾച്ചർ ഡിഫറൻസ്, സോഷ്യൽ സ്റ്റാറ്റസ് ഡിഫറൻസ് ഇതൊക്കെ ഉണ്ടായിരിക്കാം. അവിടെ പാരൻ്റൽ പ്രഷർ കുറച്ച് കൂടുതലായിട്ട് നിങ്ങൾ അനുഭവിക്കുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് പേടിയുണ്ട്, പറഞ്ഞ് അവസാനം നിങ്ങൾ ഇവരെ വിട്ടു പോകുമോ എന്ന്. ഹാങ്ഡ് മാൻ, നിങ്ങൾ ഏത് സിറ്റുവേഷനിലാണോ സ്റ്റക്കായിരിക്കുന്നത് അവിടെ തന്നെ സ്റ്റക്കായി നിന്ന് പോകും എന്നൊരു ഭയം അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് എസ്പെഷ്യലി തേർഡ് പാർട്ടി സിറ്റുവേഷനിലായിരിക്കും. അത് ഈ പാരൻ്റൽ പ്രഷറും അതിൽ ഉൾപ്പെടും. അല്ലാതെ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ മാരീഡ് ആണെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്ത് കടക്കാതെ നിങ്ങൾ അവിടെ തന്നെ സ്റ്റക്കായി നിന്ന് കളയുമോ എന്നൊരു ഭയം അവർക്ക്, ആ ഒരു ഇൻസെക്യൂരിറ്റി വല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഹെർമിറ്റ് ഒന്ന് ക്ലാരിഫൈ ചെയ്യട്ടെ. ക്ലാരിഫൈ ഹെർമിറ്റ്. ദ മൂൺ, അതായത് നിങ്ങൾക്ക് കൂടുതലായിട്ട് മൂഡ് സ്വിങ്സ് ഉണ്ടാവും. ഓക്കെ, അവർ വന്ന് നിങ്ങളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ഹാപ്പി ആയിരിക്കും, അടുത്ത ദിവസം ചിലപ്പോൾ അരമണിക്കൂർ കഴിയുമ്പോൾ നിങ്ങളുടെ മൂഡ് മാറും. കൂടുതലായിട്ട് നിങ്ങളൊരു ലോണറാണ്, എന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് ഇരിക്കാൻ താല്പര്യപ്പെടുന്ന അങ്ങനെ ഒരു വ്യക്തിയാണ്. ഓക്കെ, അപ്പോൾ ഇവർക്ക് കൺഫ്യൂഷനാണ് നിങ്ങളുടെ ഫീലിംഗ് എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ട്. അപ്പോൾ ഇവർക്ക് ഒരു സമയത്ത് നിങ്ങളോട് സംസാരിക്കുമ്പോൾ തോന്നും ഇവർക്ക് സ്നേഹമുണ്ട് തോന്നും. കുറച്ച് കഴിഞ്ഞിട്ട് സംസാരിക്കുമ്പോൾ തോന്നും എന്താണ് ഇത്, എന്നോട് സ്നേഹമുണ്ടോ ഇല്ലയോ, എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ ഇവരുടെ ക്യാരക്ടർ എന്നുള്ള, അതായത് മൂഡ് സ്വിങ്സ് വളരെയധികം അനുഭവിക്കുന്ന ഒരാളാണ് നിങ്ങൾ. അത് ഇവരെ വല്ലാതെ ബോധർ ചെയ്യുന്നുണ്ട്, കാരണം ഇവർ കൺഫ്യൂസ്ഡ് ആവുന്നു. നിങ്ങളുടെ ഫീലിങ്സ് എന്താണ് എന്നത് ഇവർക്കൊരു ഒരു മിസ്റ്ററിയാണ്, അത് ഇവർക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ട്. നിങ്ങൾ പെട്ടെന്നൊരു ദിവസം ഇവരെ വിട്ടു പോകുമോ എന്നൊരു ഭയം ഇവർക്ക് നല്ലപോലെ തന്നെ ഉണ്ട്. ഓക്കെ, 10 of Cups വെച്ച് നിങ്ങൾ ഇവരെക്കാൾ പ്രാധാന്യം നിങ്ങളുടെ ഫാമിലിക്ക് കൊടുക്കുന്നു എന്ന് ഇവർക്ക് ഒരു ടെൻഷൻ ഉണ്ട് കേട്ടോ. ഇത് നിങ്ങൾ മാരീഡ് ആയിരിക്കാം, അല്ലായിരിക്കാം, ഏതവേ ഒരു ഫാമിലി ഉണ്ടല്ലോ, ആ ഫാമിലിക്ക് അവിടെ പ്രാധാന്യം കൂടുതലായി വരുന്നു, ഫാമിലി റെസ്പോൺസിബിലിറ്റീസിന് പ്രാധാന്യം കൂടുതലായി വരുന്നു എന്നൊരു ഇൻസെക്യൂരിറ്റി നിങ്ങളുടെ പേഴ്സൺ ഫീൽ ചെയ്യുന്നുണ്ട്. 6 of Swords വെച്ചിട്ട് നിങ്ങൾ ലോങ് ഡിസ്റ്റൻസിലായിരിക്കും. ആ ലോങ് ഡിസ്റ്റൻസ് നിങ്ങളുടെ ഇടയിൽ പ്രശ്നമുണ്ടാക്കുമോ, എന്നാൽ കുറേ നാൾ വിട്ടിരിക്കുമ്പോഴത്തേക്കും നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് പോകുമോ എന്നൊരു ഭയം ഇവർക്ക് ഉണ്ട്. ലവേഴ്സ് വെച്ചിട്ട് നിങ്ങൾ ഇവരെ അല്ലാതെ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോയി പെടുമോ എന്നൊരു ഭയം ഇവർക്ക് ഉണ്ട്. അതിപ്പോൾ എല്ലാ റിലേഷൻഷിപ്പിലും ആ ഒരു പൊസസീവ്നെസ് ഉണ്ടായിരിക്കും, അല്ലേ? കുറച്ച് പൊസസീവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് നിങ്ങൾ ആരോടെങ്കിലും സംസാരിച്ചാൽ തന്നെ ഇവർക്ക് ടെൻഷനാണ്. തുടർച്ചയായിട്ട് ഒരു 4 ദിവസം നിങ്ങളെ മറ്റൊരാളുടെ കൂടെ കണ്ടു, നിങ്ങൾ ചിലപ്പോൾ വെറും ഫ്രണ്ട്സ് ആയിരിക്കും, കൊളീഗ്സ് ആയിരിക്കും, നിങ്ങൾ സംസാരിക്കുന്ന ജോബ് റിലേറ്റഡ് ആയിട്ടായിരിക്കും. പക്ഷേ ഇവർക്ക് അങ്ങനെയല്ല തോന്നുന്നത്. ഇവർക്ക് തോന്നുന്നത് ഇങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ സംസാരിക്കേണ്ട ആവശ്യം എന്താണ്, എപ്പോഴും ഒരുമിച്ച് പോകേണ്ട കാര്യം എന്താണ്, അവിടെ എന്തെങ്കിലും പ്രശ്നമാവോ എന്നൊരു ഭയം ഇവർക്ക് എപ്പോഴും ഉണ്ട്. ഓക്കെ, ഡെത്ത് ആൻഡ് റീബർത്ത് വെച്ച് നിങ്ങൾ ഓൾറെഡി ചിലപ്പോൾ ഒരു ചെറിയ ഗ്യാപ്പ് എടുത്തിരിക്കുകയായിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. അവിടെ ഇവർ ചിന്തിക്കുന്ന നിങ്ങൾ ഇനി തിരിച്ച് വരില്ലേ, ഒരു റീയൂണിയൻ സാധ്യമാവില്ലേ, റീയൂണിയൻ തരാതെ നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് പോകുമോ എന്നൊരു ഭയം ഇവർക്കുണ്ട്.